ഹലോ വെൽക്കം ടു ശിവശക്തി എജ്യു ടിപ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ഹയറാർക്കി ഓഫ് നീഡ്സ് പ്രപ്പോസ്ഡ് ബൈ എബ്രഹാം മാസ്ലോ ആർ ഫിസിയോളജി നീഡ്സ്, സേഫ്റ്റി നീഡ്, എസ്റ്റീം നീഡ്സ്, ലവ് നീഡ്സ്. ദ ഓർഡർ ഓഫ് ദീസ് നീഡ്സ് ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽ ഈസ്. ആൻസർ 3 ആണ്. 1, 2, 4, 3 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്കൻഡ് സേഫ്റ്റി നീഡാണ് വരുന്നത്, അതിനുശേഷം ലവ് നീഡും, അതിനുശേഷമാണ് സെൽഫ് എസ്റ്റീമും വരിക. ഇതാണ് മാസ്ലോയുടെ ഹയറാർക്കി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പ്രൊജക്റ്റീവ് മെത്തേഡ്? സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, സോഷ്യോഗ്രാം, ചെക്ക് ലിസ്റ്റ്, ക്വസ്റ്റ്യനെയർ. ആൻസർ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ആണ്. എന്താണ് സോഷ്യോഗ്രാം? സോഷ്യോഗ്രാം എന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പ് വരയ്ക്കുന്ന ഒരു മാപ്പാണ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ടിക്ക് ബോക്സുകളുള്ള ഒരു ഇൻവെൻറ്ററി ആണ്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കൂട്ടമാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ഗിവൺ ബിലോ. Can formulate hypotheses and analyze them, rationally solve abstract problems. Which is the stages of cognitive development? Options are sensory motor stage, pre-operational stage, concrete operational stage, formal operational stage. ആൻസർ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. പിയാഷയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സെൻസറി മോട്ടോർ സ്റ്റേജിൽ ലേണിംഗ് ത്രൂ സെൻസസ് ആൻഡ് മൂവ്മെൻ്റ് ആണ് പറയുന്നത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ യങ് ചിൽഡ്രൻസിൻ്റെ സിംബോളിക് ആയിട്ടുള്ള തിങ്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ്ങിനെ പറ്റി പറയുന്നില്ല. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ ലോജിക്കൽ തിങ്കിങ് എബൌട്ട് കോൺക്രീറ്റ് ഒബ്ജക്റ്റ് ആണ് പറയുന്നത്. അവിടെയും നമ്മൾ എന്ത് പറയുന്നില്ല? അബ്സ്ട്രാക്റ്റ് ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, എ സ്റ്റുഡൻറ്റ് ഗോട്ട് ഗുഡ് സ്കോർ ഇൻ യൂണിറ്റ് ടെസ്റ്റ്. ടീച്ചർ ഗിവ് എക്സംഷൻ ടു ദാറ്റ് സ്റ്റുഡൻറ്റ് ഫ്രം റൈറ്റിംഗ് അസൈൻമെൻറ്റ് ഓഫ് കോപ്പിയിങ് ദ ലെസൺ ടു നോട്ട്ബുക്ക്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് positive reinforcement, incentive, punishment, reward. ആൻസർ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ടാസ്കിൻ്റെ റിമൂവലാണ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ഗുഡ് സ്കോർ. അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിൻ്റെ വേണ്ടിയിട്ട് അൺഡിസൈറബിൾ ആയിട്ടുള്ളൊരു ടാസ്കിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റിവാർഡും. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതുമാണ്. ഒരു ബിഹേവിയർ മാറാൻ വേണ്ടി അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പണിഷ്മെൻ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ പ്രപ്പോസ്ഡ് ദ ഐഡിയ such as self-concept, ideal self and real self in connection with personality? Carl Rogers, Sigmund Freud, William Wood, Erikson. ആൻസർ കോൾ റോജേഴ്സൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഹ്യൂമനിസ്റ്റിക് തിയറിയിലാണ് സെൽഫ് കൺസെപ്റ്റുകളും ഇവ മൂന്നും തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഹ്യൂമനിസ്റ്റിക് തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ ദ സെൽഫ് കൺസെപ്റ്റ് ഡെവലപ്സ് ആൻഡ് ഹൗ ദ കോൺഗ്രുവൻസ് ബിറ്റ്വീൻ ദ റിയൽ സെൽഫ്, ദാറ്റ് ഈസ് വാട്ട് യു ആർ, ആൻഡ് ദ ഐഡിയൽ സെൽഫ്, ദാറ്റ് ഈസ് ഹൂ യു വാണ്ട് ടു ബി. ഇവർ തമ്മിലുള്ള കോൺഗ്രുവൻസ് ആണ് സെൽഫ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഇത്, ഈഗോ, സൂപ്പർ ഈഗോയെക്കുറിച്ചാണ്. വില്യം വൂണ്ട് പറയുന്നത്
ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്നറിയപ്പെടുന്നു. എറിക്സൻ്റെ തിയറി ഏതായിരുന്നു? സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോയിങ് അവർ ഇമോഷൻസ്, മാനേജിങ് അവർ ഇമോഷൻസ്, ഡീലിംഗ് റിലേഷൻഷിപ്പ് എഫക്റ്റീവ്ലി. ദീസ് ആർ റിലേറ്റഡ് ടു interpersonal intelligence, intrapersonal intelligence, emotional intelligence and naturalistic intelligence. ആൻസർ ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതിനെ കുറിച്ചുമുള്ള ഇൻ്റലിജൻസ് ആണ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, എംപതി ക്രിയേറ്റ് ചെയ്യുക, നന്നായിട്ട് മറ്റൊരാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിൽ വരുന്നത്. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കഗ്നൈസിങ് ദ പാറ്റേൺസ് ഇൻ നേച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്. നമുക്ക് ചുറ്റുമുള്ള പാറ്റേൺസ്, അങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് ആണ് അതുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സാക്ട് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് a person can be better obtained from checklist, rating scale, opinion, interview. ആൻസർ റേറ്റിംഗ് സ്കെയിൽ. ചെക്ക് ലിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ചെക്ക് ലിസ്റ്റ്? ജസ്റ്റ് ഒരു മാർക്കുകളോ അല്ലെങ്കിൽ ഒരു ടിക്ക് ബോക്സോ ആണ്. ഒപ്പീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാദർ ഒപ്പീനിയൻസ്. യൂഷ്വലി നമ്മൾ ഒപ്പീനിയൻസ് കളക്ട് ചെയ്യുകയാണ്. അതൊന്നെങ്കിൽ എസ് ഓർ നോ എന്ന ടേമിലായിരിക്കാം, അല്ലെങ്കിൽ എഗ്രി ഓർ ഡിസഗ്രി എന്നുള്ള രീതിയിലായിരിക്കാം. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഡീപ്പ് ആണെങ്കിൽ പോലും ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ടുള്ള ലെസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് റേറ്റിംഗ് സ്കെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലേണിംഗ് ഡിസബിലിറ്റി റിലേറ്റഡ് ടു റീഡിംഗ് ഈസ് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഓട്ടിസം. ആൻസർ ഈസ് ഡിസ്ലെക്സിയ. ഇതിന് ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നോക്കാം. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ ലെക്സിപ്പിൻ വെച്ച് എഴുതിയാൽ പോലും നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ റീഡിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്ലെക്സിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് റൈറ്റിംഗ് ഡിസബിലിറ്റിയും, ഡിസ്കാൽക്കുലിയ എന്നുള്ളത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിങ്ങിലുള്ള ഡിസബിലിറ്റിയും, ഓട്ടിസം എന്ന് പറയുന്നത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫാൻസി? സ്മൈൽസ് അറ്റ് ഓൺ ഇമേജ് ഇൻ മിറർ, റെസ്പോൺസ് ടു ഓൺ നെയിം, ഷോസ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്സ്, ടെൽ ലോങ് സ്റ്റോറീസ്. ആൻസർ ടെൽസ് ലോങ് സ്റ്റോറീസ്. അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇൻഫാൻസിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സുകൾ തന്നെയാണ് കണ്ണാടി നോക്കി ചിരിക്കുക, പേരിന് റെസ്പോണ്ട് ചെയ്യുക, ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും കാണിക്കുക എന്നുള്ളതൊക്കെ. എങ്കിൽ ടെൽസ് ലോങ് സ്റ്റോറീസ് ഒന്നും ഇൻഫാൻസിയിൽ വരുന്ന കാര്യമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജസ്റ്റാൾട്ട് ലോ ഓഫ് ലേണിംഗ്? ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് റെഡിനെസ്. ആൻസർ ലോ ഓഫ് റെഡിനെസ്. ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത് തോണ്ടായിക്കിൻ്റെ ലോ ഓഫ് ലേണിംഗ് ആണ്. ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ എന്നിവ ജസ്റ്റാൾട്ട് ലോ ഓഫ് ലേണിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ചൈൽഡ് എക്സിബിറ്റ് എക്സ്പെർട്ടൈസ് ഇൻ മേക്കിംഗ് മാപ്സ് ആൻഡ് പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. വാട്ട് ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആർ എക്സിബിറ്റഡ് ബൈ ദിസ് ചൈൽഡ്? ഓപ്ഷൻസ്: linguistic intelligence and musical intelligence, visual space intelligence and musical intelligence, bodily kinetic intelligence and interpersonal intelligence, existential intelligence and musical intelligence. ആൻസർ
വിഷ്വൽ സ്പേസ് ഇൻ്റലിജൻസ് ആൻഡ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ലാംഗ്വേജുമായിട്ടും ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ് മോട്ടോർ ഡെവലപ്മെൻറ്റുമായിട്ടും റിലേറ്റഡ് ആണ്. എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ഫിലോസഫിപരമായിട്ടുള്ള ഇൻ്റലിജൻസുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനിഷ്യേറ്റീവ് ആക്ഷൻസ് ബൈ ഐഡൻറ്റിഫൈയിങ് വൺസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് and to utilize the maximum potential to attain self-actualization can be termed in relation to multiple intelligence as visual space intelligence, naturalistic intelligence, intrapersonal intelligence, interpersonal intelligence. ആൻസർ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. എന്താണ് ഇൻട്രാപേഴ്സണൽ, ഇൻ്റർപേഴ്സണൽ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ് ഈസ് കോൾഡ് കോഗ്നിഷൻ, ഡ്യുവൽ കോഗ്നിഷൻ, മെറ്റാ കോഗ്നിഷൻ, മെഗാ കോഗ്നിഷൻ. ആൻസർ മെറ്റാ കോഗ്നിഷൻ. നമ്മുടെ തന്നെ ചിന്തയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് നമ്മൾ മെറ്റാ കോഗ്നിഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ പറയാം, ബീയിങ് അവെയർ ഓഫ് മോണിറ്ററിങ് റെഗുലേറ്റിംഗ് യുവർ ഓൺ കോഗ്നിറ്റീവ് പ്രോസസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മിയ ടീച്ചർ ഡിസ്കസ്ഡ് the concept related with the science lessons in class. Then she gave some activities to the student to undertake in small groups. The purpose of teacher here is to increase the sociability of students, to enable all students to attain the concept. Those who have doubts can clear them in small groups. All of the above. ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളിലെ സോഷ്യബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുട്ടികൾക്ക് കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയറായി മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞു ഗ്രൂപ്പുകളായതിനാൽ തന്നെ എല്ലാവരുടെയും ഡൗട്ട് അവർക്ക് ആ ഗ്രൂപ്പുകൾക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റും.